എല്ലാവർക്കും നമസ്കാരം. ഒരു ദൃശ്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രകൃതിയെ ഏത് രീതിയിലൊക്കെയാണ് നമ്മുടെ ആളുകൾ നശിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജിന് തൊട്ട് അടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഒളവറ പാലത്തിന് സമീപമുള്ള ഒരു സ്ഥലത്ത് ആണ് വ്യാപകമായ രീതിയിൽ കണ്ടൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയം അതീവ ഗുരുതരമായ വിഷയമാണ്. വ്യാപകമായിട്ട് നമ്മൾക്കറിയാം, തണ്ണീർത്തടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള കണ്ടൽ കാടുകളും നശിപ്പിക്കുന്നത് നിരോധിക്കപ്പെട്ട, അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്താണ്, ഒരു നാട്ടിലാണ്, അത്തരം നിയമങ്ങളുള്ള ഒരു പ്രദേശത്താണ്, ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വ്യാപകമായ രീതിയിൽ ഇവിടെ ഈ കണ്ടൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് ഇവിടെ ചില എന്തിനാണെന്ന് അറിയില്ല ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ആ വിവരം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റു മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. പയ്യന്നൂരിലെ വില്ലേജ് ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾ തയ്യാറാവണം. മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നാൽ, മാധ്യമങ്ങളും പൊതുവെ ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവരും വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. കാരണം അവർക്കൊരു പട്ടം കിട്ടും, പ്രകൃതി സ്നേഹികൾ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല വിളിപ്പേരുകളും അതുപോലത്തെ ചില പട്ടങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ പച്ചവെളിച്ചം പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ, മുഖം നോക്കാത്ത നടപടികൾ അതിൽ എടുക്കുന്ന ഒരു മാധ്യമമാണ്, നിലപാടെടുക്കുന്ന മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തുന്ന സമയത്ത് മറ്റു മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് അന്വേഷിക്കാനുള്ളൊരു മനസ്സുള്ളൊരു ഉദ്യോഗസ്ഥനാണ് പയ്യന്നൂരിലെ വില്ലേജ് ഓഫീസർ പ്രദീപൻ. അത് ആ അർത്ഥത്തിൽ തന്നെ പ്രദീപനോട് വലിയൊരു ഐക്യദാർഢ്യം ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ, ഒരു പ്രകൃതി സ്നേഹി എന്ന രീതിയിൽ എനിക്കൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹത്തെ വിളിച്ചറിയിച്ചാൽ അദ്ദേഹം ഇവിടെ വന്ന് നോക്കും. നമ്മൾ മറ്റുള്ള ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വാർത്ത കൊടുത്താൽ തന്നെ അവർ തിരിഞ്ഞു നോക്കില്ല. മറ്റു പല താല്പര്യങ്ങളാണ് മറ്റുള്ള പല ഉദ്യോഗസ്ഥന്മാരെയും അത്തരത്തിൽ നയിക്കുന്നത് എന്ന കാര്യവും പച്ചവെളിച്ചത്തിന് അറിയാം. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഏതായാലും ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ഇവിടെ പറയാനുള്ളത് അറിയാം. കണ്ടില്ലേ നിങ്ങൾ, ട്രെയിനൊക്കെ പോകുന്നതാണ്, ഇവിടെ റെയിലിൻ്റെതാണ്. ആ റെയിലിന് തൊട്ട് താഴെ ഇവിടെ ആളുകളുടെ ശ്രദ്ധയൊന്നും പെടാത്ത ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ വ്യാപകമായിട്ട് ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇവിടെ റെയിൽവേയുടെ വികസനം ഇവിടെ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ വികസനത്തിൻ്റെ മറവിൽ ഒരുപാട് കണ്ടൽ അതുപോലെ തന്നെ ചതുപ്പുകളൊക്കെ നികത്തിയിട്ടുണ്ട്. അതൊരു വലിയൊരു വികസനത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾക്ക് വിചാരിക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കണ്ടൽ മരങ്ങളാണ്. ഇത് ഒരു തരത്തിലും നശിപ്പിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഒരു കണ്ടൽ വനമാണ് ഇതാണ് ആ അർത്ഥത്തിൽ നശിപ്പിച്ചിട്ടുള്ളത് എന്നതും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. റെയിൽവേൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയൊക്കെ വലിയ തൽപര കക്ഷികൾ വലിയ ഇൻവെസ്റ്റൊക്കെ നടത്തിയിട്ട് ചില നിർമ്മാണങ്ങളൊക്കെ നടത്തുക എന്ന ഉദ്ദേശവും ഇതിൻ്റെ പിറകിലുണ്ടാവാം. എന്താണ് വില്ലേജ് ഓഫീസർക്ക് പറയാനുള്ളത് എന്ന് തേടാം. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച. അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണ്? എന്താണ് ഇവിടെ പയ്യന്നൂർ റെയിൽവേ ഓഫീസിന്റെ താഴെ റെയിൽവേ ലൈനോട് ചേർന്നാണ് ഇവിടെ കണ്ടൽക്കാട് എന്ന് പറഞ്ഞ പ്രദേശമാണ്. അപ്പോൾ ഇവിടെ കണ്ടൽ നശിപ്പിക്കുന്നതായി പരാതി എന്നെ ഫോൺ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത്. വരുമ്പോൾ വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ഇന്ന് രാവിലെയാണോ ഇനി രാത്രിക്കോ എപ്പോഴാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഏതായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഞാൻ റിപ്പോർട്ട് കൊടുക്കും. ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറുന്നതാണ്. തഹസിൽദാർ മുഖാന്തരം ഈ റിപ്പോർട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും. ഈ കണ്ടൽ വനങ്ങൾ സംരക്ഷണം അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യുക. കേസ് ഇവിടെ നിൽക്കുന്നതല്ല, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുക. അത് മാത്രമല്ല, ഇവിടെ ചതുപ്പ് നിലമാണ്. ഇവിടെ മണ്ണ് ഇട്ട് നികത്താനുള്ള ശ്രമം കൂടി ഉണ്ട്. മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, മണ്ണ് ഇറക്കിയത്. ഞാൻ വരുമ്പോൾ ഒരു വാഹനം ഇവിടെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ വണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വണ്ടി കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വണ്ടി എടുത്തിട്ടുണ്ട്. തീർച്ചയായും കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഈ ഭൂമി ഇവിടെ ഇതുപോലെ തന്നെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടിയും വില്ലേജ് നിലയിൽ ഉണ്ടാവും. അല്ല, ഇത് പ്രൊട്ടക്റ്റഡ് ഇതിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഏതൊക്കെ തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കാൻ വേണ്ടി പറ്റും? ഇത് നിലം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഭൂമിയാണ്, ചതുപ്പ് നിലമാണ്. അപ്പൊ ഇത് നികത്തുന്നത്, ഇത് നിർമ്മാണം നടത്തണമെങ്കിൽ തന്നെ
അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇവിടെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും എവിടെ വേണമെങ്കിലും കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഒരു അനുമതിയും ഇല്ലാതെയാണ് ഇവിടെ ഇപ്പോൾ മണ്ണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമതി ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനായിട്ട് നടപടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ആ രീതിയിൽ ഞാൻ റിപ്പോർട്ട് കൊടുക്കും. ഇത് ആരുടെ സ്ഥലമാണെന്നെങ്കിലും അറിഞ്ഞോ? ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഇത് വലിയ റെക്കോർഡ് നോക്കണം. പിന്നെ ഈ സർവേ നമ്പർ 106 റെയിൽവേ ചേർന്നുള്ള സ്ഥലങ്ങൾ ഞാൻ റെക്കോർഡ് പരിശോധിച്ചാൽ മനസ്സിലാവുള്ളൂ. സ്വകാര്യ വ്യക്തികൾ കൂട്ടായി കൈവശം വെക്കുന്ന ഒരു ഭൂമിയാണ് ഈ പ്രദേശത്തൊക്കെ. മുമ്പും ഇവിടെ കണ്ടൽ നശിപ്പിക്കുന്നതിന്റെ ഒരു കേസ് മുമ്പ് നിലവിലുണ്ടായിരുന്നു. അതെന്തായാലും ഒന്നും അറിയില്ല. അത് കേസ് അവര് നടത്തുന്നുണ്ടാവും. അത് കൂടുതലല്ല, 5-6 വർഷം മുമ്പിട്ട് കണ്ടൽ നശിപ്പിക്കാൻ ബന്ധപ്പെട്ടുള്ള കേസ് ഇങ്ങനത്തെ ഒരു ശ്രമം ഉണ്ടായിരുന്നു, ഇതേപോലെ ശ്രമം ഉണ്ടായിരുന്നു, തടഞ്ഞതാണ്. വീണ്ടും അത് ആരംഭിക്കേണ്ട പരിപാടിയാണ്. ഏതായാലും അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. വണ്ടി പിന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അല്ലേ പോലീസിന്റെ? വണ്ടിയുടെ അനധികൃതമായി മണ്ണ് കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ട് വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉണ്ട് അല്ലേ? ഇതാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ കണ്ടില്ലേ, നിങ്ങൾ ഇതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് അതിനുശേഷം മണ്ണ് കൊണ്ട് തള്ളി ഈ ചതുപ്പൊക്കെ നികത്തുക എന്ന ലക്ഷ്യമാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ താല്പര്യങ്ങൾ ഉണ്ട് എന്ന കാര്യം കാണാൻ വേണ്ടി പാടില്ല. ഇവർ മുൻപും ഇത് ഈ രീതിയിലുള്ള കണ്ടൽ വനങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി പാടില്ല. ശക്തമായ നടപടി എടുക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടികൾ അവരുടെ അധീനതയിൽപ്പെട്ട നടപടികൾ അവരും, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ അധീനതയിൽപ്പെട്ട നടപടികൾ അവരും നിർബന്ധമായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതൊക്കെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് പോരാടാനും ചില മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ പരിസ്ഥിതി സ്നേഹികളൊക്കെ ഇവിടെ ഉണ്ടാവണം. ഇത് നമ്മുടെ നാടിനെ സംരക്ഷിക്കപ്പെടേണ്ട, നാടിന് തന്നെ അത്യാവശ്യമാണ്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലത്ത് അതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടി നമ്മുടെ നഗരസഭ തയ്യാറാവണം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവണം, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവണം, പൊതുസമൂഹം തയ്യാറാവണം. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.